ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഊണിന് പറ്റിയ നല്ല ഒരു ചേന ഫ്രൈ റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 3/4 കിലോ ചേനയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു 25ഓളം ചെറിയ ഉള്ളി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി, ഇത് രണ്ടും ചതച്ചെടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഏതാണ്ട് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പുകല്ല്, അത് വേവിക്കാനിടുമ്പോൾ നമുക്ക് ഇടാനുള്ളതാണ്, 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇനി നമുക്ക് ഈ ചേനയൊന്ന് വേവിച്ചെടുക്കാം. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് കറിവേപ്പില ചേർക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി വെള്ളം ചേർക്കാം. ഇത് മിക്കവാറും ചേനയ്ക്കൊക്കെ നല്ല വേവുണ്ട്. ഇത് ഞാനിപ്പം ഉപ്പുകല്ല് ചേർക്കുന്നില്ല. ചില ചേന ഉപ്പ് ചേർത്താൽ വേഗം താമസിക്കും. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്, നല്ലവണ്ണം വെന്ത് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ചേനയുടെ വേവ് എന്തായെന്ന് നോക്കാം. ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് കല്ലാണ് ഇടുന്നത്. മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ബാക്കി വേവും കൂടെ ആകട്ടെ. നമുക്ക് ചേന വെന്തോന്ന് നോക്കാവേ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മുറിഞ്ഞു പോരുന്നുണ്ട്. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, അങ്ങനെ കുഴഞ്ഞു പോകരുത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കടുക് ചേർക്കാം. കടുക് പൊട്ടി അതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചേർക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച മുളക് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ചതച്ച മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർക്കാം. നമുക്കിതിനകത്ത് അധികം വെള്ളം ആകരുത്, വെള്ളം വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ചേന മാറ്റിയെടുക്കണം. എനിക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം വെള്ളമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കുക. ഊണിന് പറ്റിയ നല്ല ഒരു ചേന ഫ്രൈ റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ചേന ഫ്രൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.